നമസ്കാരം. കുറേ നാളായി ലോങ് വീഡിയോകളൊക്കെ ചെയ്തിട്ട്. ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ നമ്മളുടെ നാടിനെ നടുക്കിയ, അഥവാ ജമ്മു കാശ്മീരിൽ കുറച്ച് നിരപരാധികളെ പാകിസ്ഥാനിൽ നിന്നും വന്ന് കയറി ഒരു മര്യാദയുമില്ലാതെ അവരുടെ മതം ചികഞ്ഞ് കൊല ചെയ്യിക്കപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സങ്കടം വീഴ്ത്തിയ ഒരു കാര്യമായിരുന്നു ആ പ്രശ്നം. അതെല്ലാം വിഷയം. ജമ്മുവിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രശ്നമല്ല ഇത്. മതം ചോദിച്ച് നീ ഹിന്ദുവാണോ, മുസൽമാനാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് മതം ചോദിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇസ്ലാമിക തീവ്രവാദികൾ മുസ്ലിം അല്ലാത്ത ആളുകളെ, അഥവാ ഹിന്ദുക്കളെ, അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ ആണുങ്ങളെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് രാജ്യം തിരിച്ചടിക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമായിരുന്നു ഈ രാജ്യത്ത് മുഴുവൻ. ഇപ്പോൾ രാജ്യം കൃത്യമായി അതിന് മറുപടി കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നതിന് പേരിട്ടു. അതിനും വലിയ അർത്ഥമാണ് ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് 2 വനിതാ ഓഫീസർമാർ. ഒന്നാലോചിച്ച് നോക്കൂ, ഭാരതമെന്നല്ല ലോകം പോലും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭാരതത്തെ നോക്കി അഭിമാനം കൊള്ളുകയാണ്. ശക്തമായ രീതിയിലുള്ള മറുപടി പാകിസ്ഥാന് കൊടുക്കാൻ ഇന്ത്യക്ക് കൊടുത്തു. അതിൻ്റെ കണക്കുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും. ഏതാണ്ട് 100-ലധികം തീവ്രവാദികളെ കൊല്ലാൻ പറ്റി. അവരുടെ മടയിൽ ചെന്ന് പാകിസ്ഥാൻ്റെ വലിയ 9 കേന്ദ്രങ്ങളിൽ, അവരുടെ മീനാരങ്ങളിലാണ് ഈ അറ്റാക്ക് ഇന്ത്യ നടത്തിയത്. ശക്തമായ അറ്റാക്ക് നടത്തി. ലോകങ്ങളെല്ലാം അത് അംഗീകരിച്ചു. പക്ഷേ കേരളത്തിൽ ഉള്ള കുറച്ച് നാറികൾ, ചെറ്റകൾ എന്ന് തന്നെ പറയാം, ഒരു മര്യാദയുമില്ലാതെ ഇന്നലെ വൈകുന്നേരം യുദ്ധം അവസാനിപ്പിച്ചു, കരാറിലെത്തി. അത് എന്ത് രീതിയിലുള്ള കരാറാണെന്നൊക്കെ സൈന്യം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. മൂന്നാമതൊരു കക്ഷിയെ നിർത്താതെയാണ് അത് നടത്തിയത്. പക്ഷേ എന്നിരുന്നിട്ടും ചില നാറികളായ കുറച്ച് കോൺഗ്രസ്സുകാരും കുറേ ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഇടതുപക്ഷക്കാരും ജിഹാദികളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തിന് യുദ്ധം നിർത്തി, എന്തുകൊണ്ട് അടിച്ചില്ല എന്നായിരുന്നു ആദ്യം വരെ ചോദ്യം. അടിച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധം വേണോ, യുദ്ധം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടിണിയാകും, പിന്നെ അതുപോലെ തന്നെ അവിടെയും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ കുറച്ച് നാറികൾ വേറെ. ഇപ്പോൾ നിർത്തിയപ്പോൾ എന്തിന് നിർത്തിയെന്നും പറഞ്ഞുകൊണ്ട് വേറെ. എടാ, നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ ഒരു മര്യാദയില്ലയോ? മര്യാദയേ ഇല്ല, അതറിയാം. എന്നിരുന്നാലും കൃത്യമായി BJP ഗവൺമെൻറ്റിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. അവരത് കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാദ്യമേ നീയൊക്കെ മനസ്സിലാക്കൂ. മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഇവിടെ ഒന്നുമില്ല. ലോകം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് എതിരായിരുന്ന അമേരിക്ക, പാകിസ്ഥാനുമായി യുദ്ധമൊക്കെ നടക്കുമ്പോൾ എതിരായിരുന്ന അമേരിക്ക പോലും ഇന്ത്യക്ക് അനുകൂലമായി വരിക. അതുപോലെ തന്നെ റഷ്യയും അമേരിക്കയും ഒക്കെ ഒരു സൈഡിൽ നിൽക്കുക. അതൊക്കെ ലോക അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തി വരത്തില്ല, അതുകൊണ്ടാണ്.